ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. വളരെ ദീർഘകാലമായിട്ട് കഷ്ടതകളിലും നഷ്ടങ്ങളിലുമൊക്കെ പെട്ടുകിടന്ന ഒരു രാശിക്കാരും നക്ഷത്രക്കാരുമാണ് ഈ വൃശ്ചികം രാശിക്കാർ. എന്നാൽ അതിൽ നിന്ന് ഒരു പരിധി വരെ മോചനമുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും നല്ല അനുഭവങ്ങളിലേക്ക് വരുന്നു. അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപനായ, ഭാഗ്യസ്ഥാനത്തിൻ്റെ കൂടി അധിപനായ സർവേശ്വരകാരകനായ വ്യാഴം നിവൃത്തിസ്ഥാനമായ 7-ാമിടത്ത് മാറിയിരിക്കുന്നു. 7-ാമിടത്ത് മാറി ജൂൺ മാസം മുതൽ വളരെ ബലവാനായിട്ട് വന്നിരിക്കുക കൂടി ചെയ്യുന്നതിനാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും രൂക്ഷമായിട്ടൊക്കെ ആണെങ്കിൽ പോലും പെട്ടുകിടന്നവർ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തരാകുവാൻ നല്ല ഒരു ദൈവാനുഗ്രഹമുള്ള സമയമാണ്. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ്. എങ്കിലും 4-ാമിടത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് ശനി നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു നന്മ ഈ ജൂൺ മാസത്തിൽ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. കണ്ടകശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. ശനിയുടെ പിടിയിലായിരുന്ന വ്യാഴം ആ ശനിയുടെ പിടിയിൽ നിന്ന് മുക്തി നേടി മൗഢ്യം വിട്ട് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഈ ജൂൺ മാസം. അതുകൊണ്ട് വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽപരമായിട്ടും വിജയങ്ങൾ വന്നു ചേരും. സംസാരം കൊണ്ടും നയം കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷപ്രദമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക്, വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സൂചന. അതുപോലെ തന്നെ ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പരീക്ഷയൊക്കെ എഴുതുന്നവർ, പ്രത്യേകിച്ച് ജോലിക്കായിട്ട് ടെസ്റ്റുകൾ എഴുതുന്നവർ, അവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. തൊഴിൽ സ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ വന്നു ചെയ്യും. രാശ്യാധിപൻ 6-ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു എങ്കിലും അത് തൻ്റെ സ്വന്തം ക്ഷേത്രമായതിനാൽ മേടം രാശി ചൊവ്വ ആരുടെ അധിപതി, വൃശ്ചികൻ രാശിയുടെ അധിപതിയായ ചൊവ്വായിക്ക് സ്വക്ഷേത്രമാണ് ആയതിനാൽ അധിക കടങ്ങളോ രോഗാവസ്ഥകളോ ഒക്കെ ഉള്ളവർക്കും നിയമപരമായ പ്രശ്നങ്ങളുള്ളവർക്കും അതിൽ നിന്ന് ഒരു പരിധി വരെ മുക്തി, മോചനം ലഭിക്കുക, അതിങ്ങനെയുള്ള എല്ലാവിധ ദൈവാനുഗ്രഹവും ഭാഗ്യവുമുള്ള സമയം. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല ഒരു സമയമല്ല. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചന. പ്രത്യേകിച്ച് യുവാക്കളായാലും മധ്യവയസ്കരൊക്കെ ആയാലും എതിർലിംഗക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതും ഇടപെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ ചില കാര്യങ്ങൾ, കിംവദന്തികളൊക്കെ പറഞ്ഞു പരത്തി മനസ്സ് ദുഷിപ്പിക്കുന്നതിനോ അപകീർത്തി ഉണ്ടാകുന്നതിനോ സൂചന. കുടുംബപരമായിട്ട് ഒരു ഭൂമി ലഭിക്കുവാനുള്ളവർക്ക് അത് ഭാഗം വെച്ചൊക്കെ കിട്ടുന്നതിന് സന്തോഷകരമായ ഐശ്വര്യമുള്ള കാലം. അത് പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കും. സഹോദര സ്ഥാനീയരുടെ ഒരു ഐക്യവും സൂചകവും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. അതായത് സപ്തമ ഭാവത്തിൻ്റെ അധിപനും 12-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണല്ലോ ശുക്രൻ. ആ ശുക്രൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. വിജയങ്ങൾ വന്നു ചെയ്യും. വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും
വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ അതുപോലെ തന്നെ ഗൃഹോപകരണ നിർമ്മാണങ്ങളൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ നല്ലതാണ്. ഈ രാശിക്കാർക്ക് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ ജൂൺ മാസത്തെ യോഗമുണ്ട്. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ്. ഒരു കാറുള്ളവർക്ക് ഇപ്പോൾ ഉടനെ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് വന്നു ചേരും എന്നല്ല. ദീർഘകാലമായിട്ട് ഒരു വണ്ടി വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഒത്തുവരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം പാഴായിക്കൊണ്ടിരുന്നവർ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ കടങ്ങളൊക്കെ വീടുവാനും സാധിക്കുന്ന സമയം. ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അധിക ദോഷാവസ്ഥകളുള്ളവർ തടസ്സങ്ങളൊക്കെ അറിയുവാനായിട്ടും ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുകൊണ്ട് ജാതകം നോക്കുകയും അതിന് ദശാനാഥൻ അപകാരനാഥൻ എന്നിവർ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി, കഷ്ടത മനസ്സിലാക്കി സൂക്ഷ്മചിന്ത ചെയ്ത് വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചെയ്യും. അതിനായിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നു അവസരമുണ്ടായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.